തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയത്തിനകത്തൊക്കെ. സാധാരണഗതിയിൽ പറയാറുണ്ട് കാലം കണക്ക് ചോദിക്കുമെന്ന്. ഈ വിഷയങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ഒരു വിഷയത്തിലും കാലം കണക്ക് ചോദിക്കുന്നവരെ കാത്തിരിക്കാനുള്ള സഹിഷ്ണുത ഞങ്ങൾക്കില്ല. നിയമം അനുവദിക്കുന്ന എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ച് ഇതിനകത്ത് ഉത്തരവാദികളായ മുഴുവൻ ആളുകളും, അത് പോലീസ് ഉദ്യോഗസ്ഥരെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ഡിവൈഎഫ്ഐക്കാരെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ, അവർക്ക് നിയമം പറയുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരമായ പോരാട്ടത്തിലാണ്. ഇപ്പോൾ പോലും നോക്കൂ, ഞങ്ങൾ കേരള പോലീസ് സ്വമേധയാ എടുത്ത കേസല്ല. ഞങ്ങൾ കോടതി വ്യവഹാരത്തിലൂടെ പോലീസിനെ കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കുവാൻ കോടതി ഉത്തരവിട്ടു. അതിനുശേഷം അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അമാന്തമുണ്ടായി. പിന്നെയും ഞങ്ങൾ കോടതിയിൽ പോയി. അതിനുശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷവും സ്റ്റേഷൻ ജാമ്യം മാത്രം കിട്ടുന്ന വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തിയിട്ട് കൂടി ഇവരെ ചോദ്യം ചെയ്യുവാൻ നോട്ടീസ് നൽകുവാൻ തയ്യാറായില്ല. കേരള പോലീസ് പ്രതിപക്ഷത്തോട് പെരുമാറുന്ന രീതി നിങ്ങൾക്കറിയാമല്ലോ. ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരം ചെയ്ത ആളുകളെ മറ്റു ക്രൈമല്ല, സമരം ചെയ്ത ആളുകളെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ള കേരള പോലീസിന് എന്താണ് ഇപ്പോൾ ക്രൈം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് എഫ്ഐആർ എടുക്കാൻ പറഞ്ഞൊരു കേസിനകത്ത് 2 ക്രിമിനൽസിന് നോട്ടീസ് കൊടുക്കാൻ കേരള പോലീസിന് എന്താ ബുദ്ധിമുട്ട്? മുഖ്യമന്ത്രി എത്രയൊക്കെ പരിചയ തീർത്ത് ഇവരെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ നീതിന്യായ കോടതികളിലൂടെ തന്നെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. അനിൽകുമാറിനും സന്ദീപിനും അവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുന്നത് വരെയുള്ള, അതോടൊപ്പം തന്നെ ക്രിമിനൽ നടപടികൾ നടത്തുകയും വേണം. അതുവരെയുള്ള പോരാട്ടം ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യും. കാരണം അത്ര ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് അവർ നടത്തിയത്. ഇവർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും സംഘവും ബസ്സിൽ പോകുമ്പോൾ റോഡരികിൽ നിന്ന് പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി മുദ്രാവാക്യം വിളിക്കുന്നു. കരിങ്കൊടി പിടിച്ചു വാങ്ങി പോലീസ് അവരെ മാറ്റിയ ശേഷമാണ് ഗൺമാനും അംഗരക്ഷകരും വണ്ടി നിർത്തി അവിടെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത്. ഇത് കണ്ടില്ല എന്ന് പറയുന്ന, ന്യായീകരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് എന്താണ് രാഹുലിന് പറയാനുള്ളത്? ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായി, കേസെടുത്ത 1 മാസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നോട്ടീസ് നൽകുന്നതും. രാഹുലുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി അതുകൊണ്ട് രാഹുലിനോട് ഇനിയും ടെലിഫോൺ ലൈനിൽ. രാഹുൽ കേൾക്കാമോ? ഇടയ്ക്കൊന്ന് ഫോൺ കട്ടായിരുന്നു. കേൾക്കാം. രാഹുൽ, ഞാൻ ചോദിച്ചത്, ഈ വിഷയത്തിൽ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിനിടെയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കരിങ്കൊടി പിടിച്ചു മാറ്റുന്ന പോലീസ് ഇവരെ മാറ്റിയതിന് ശേഷം വീണ്ടും എന്തുകൊണ്ട് ഇറങ്ങി ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇവർ മുതിർന്നു എന്ന ചോദ്യത്തിന് അതിനെ ന്യായീകരിക്കുന്ന ഒരു മറുപടിയല്ലേ എന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും നമ്മൾ കേട്ടത് രാഹുൽ? ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും ഒരു VIP സുരക്ഷ സേനയിലുള്ള ആളുകൾക്ക് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവുമില്ല. ഇപ്പൊ VIP, ഈ വിഷയത്തിനകത്ത് VIP കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. ഇവിടെ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധം നടക്കുമ്പോൾ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. അതിനുശേഷം പോലീസുകാർ അവരെ പിടിച്ചു മാറ്റി. അതായത് ദേ ആർ അണ്ടർ പോലീസ് കസ്റ്റഡി. പോലീസ് കസ്റ്റഡിയിലുള്ള ആളെ എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയില്ലാത്ത ഒരാൾക്ക് മർദ്ദിക്കാൻ കഴിയുക? 2, ഒരു കാരണവശാൽ ഇനി ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും തലയിൽ അടിക്കുവാൻ പാടില്ല എന്ന് DGPയുടെ സർക്കുലർ ഉണ്ട്. ആ DGP മാസാമാസം ശമ്പളം വാങ്ങുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ സർക്കുലറിന് അദ്ദേഹമെങ്കിലും വില കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഈ വിഷയത്തിനകത്തൊന്ന് റിയാക്ട് ചെയ്യാൻ തയ്യാറാകണ്ടേ? അപ്പൊ എന്നിട്ട് ആ ഫോഴ്സിനകത്ത് അവർ തുടരുന്നു. അവരെ ചോദ്യം ചെയ്യുവാൻ പോലും വിളിക്കുന്നില്ല. അവർ തിരക്കാണെന്നാണ് പറയുന്നത്. ക്രിമിനൽസിന്റെ സൗകര്യത്തിനനുസരിച്ചാണോ കേരള പോലീസ് ചോദ്യം ചെയ്യേണ്ടത്? അപ്പൊ ഇതിനകത്ത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ, പിണറായി വിജയന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പിണറായി വിജയൻ എത്രയൊക്കെ ഇമ്മ്യൂണിറ്റി കുത്തിവെച്ചാലും ആ ഇമ്മ്യൂണിറ്റിയെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾ നിയമ നടപടികൾ നടത്തി അനിൽകുമാറും സന്ദീപും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നതുവരെയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും.